5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂരിൽ നടത്തിയ അവസാനത്തെ ഓട്ടപ്രദർശനത്തിൽ അൻവർ ചില അട്ടിമറികൾ കണക്ക് കൂട്ടി വച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൽപ്പെട്ട ആളുകളെയൊക്കെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കണ്ടു, അവരുടെ ചില സാംസ്കാരിക സംഘടനകളിലൊക്കെ പോയി യോഗങ്ങളിലൊക്കെ പങ്കെടുത്ത് മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ശക്തമായ ശ്രമത്തിലാണ് അൻവർ. അങ്ങനെയാണെങ്കിൽ കുറേ അധികം മുസ്ലിം വോട്ടുകൾ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് അൻവർ. അങ്ങനെ സമാഹരിച്ചാൽ ചിലപ്പോൾ അവിടെ അട്ടിമറി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 75,000 വോട്ട് തൻ്റെ കൈവശമുണ്ടെന്നും തൻ്റെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ റോഡ് ഷോയൊക്കെ വളരെ വലുതായിരുന്നുവെന്നും യൂസഫ് പഠാനൊക്കെ വന്നപ്പോൾ അത് വല്ലാത്ത തോതിലേക്ക് മാറിയെന്നും വലിയ ഹൈപ്പ് ഉണ്ടാക്കിയെന്നും അതെല്ലാം തനിക്ക് വോട്ടാകുമെന്ന് പറഞ്ഞു അദ്ദേഹം നിന്നു. രണ്ടാമതൊരു കാര്യം, അദ്ദേഹം എന്തുകൊണ്ട് കൊട്ടിക്കലാശം പരിപാടി നടത്തിയില്ല? സാധാരണ ഇത്രയും ശക്തമായ ഒരു നേതാവ്, ഇത്രയും ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ആൾ, മറ്റ് ജില്ലകളിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നൊക്കെ ജനങ്ങളെ കൊണ്ടുവരാൻ കഴിയുന്ന ആളാണ്. എന്തുകൊണ്ടൊരു കൊട്ടിക്കലാശം നടത്തിയില്ല? അപ്പോഴും അദ്ദേഹം വളരെ കൂളായി ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ കഴിച്ചുകൊണ്ട് ബൈറ്റ് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബോംബ്? ഈ സംവിധാനങ്ങൾ നമുക്കറിയേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു സഹതാപ തരംഗം അൻവർ പിടിച്ചെടുക്കുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 1. 2, പിണറായി സത്തെ തോൽപ്പിക്കണമെങ്കിൽ അൻവർ ജയിച്ചേ കഴിയൂ എന്നൊരു തോന്നൽ അവിടെ കോൺഗ്രസ്സുകാരുടെ ഇടയിലും ഇനി CPM-ൻ്റെ അകത്തുള്ള പിണറായി വിരുദ്ധരായിട്ടുള്ളവരുടെ ഇടയിലും സാധാരണ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലും വന്നിട്ടുണ്ടെന്നൊരു വാർത്ത വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അൻവറിനെ ജയിപ്പിച്ച് നിർത്തേണ്ടത് CPM-ൻ്റെ കൂടി ഒരു ആവശ്യമായി വന്നിട്ടുണ്ട്. CPM-ൻ്റെ ഒരു ഫ്രാക്ഷൻ, ഒരു വിഭാഗം ആളുകൾ അൻവറിനെ ശക്തമായി സഹായിക്കുന്നുണ്ട്. നമ്മുടെ ജലീലിനെ പോലെയുള്ള ഡോക്ടർ ജലീലിനെ പോലെയുള്ള മുൻ മന്ത്രി ജലീലിനെ പോലെയുള്ള ആളുകൾ വളരെ ശക്തമായി നമ്മുടെ ഇദ്ദേഹത്തെ അൻവറിനെ സഹായിക്കുന്നുണ്ട്. അകത്താണെന്ന് മാത്രം. ആ തരത്തിൽ CPM-ൻ്റെ ഒരു അടിയൊഴുക്ക് അൻവർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് നിന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അടിയൊഴുക്ക് കാണുന്നു. പിന്നെ അദ്ദേഹം ഒരു രക്തസാക്ഷിയുടെ പരിവേഷം കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. എന്നെ പിണറായി വഞ്ചിച്ചിരിക്കുന്നു, എൻ്റെ പേരിൽ ഒരുപാട് കേസ് വന്നിരിക്കുന്നു, എൻ്റെ കുടുംബത്തെ തകർത്തിരിക്കുന്നു, എൻ്റെ സ്ഥാപനങ്ങളെ തകർത്തിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞൊരു വലിയ സഹതാപ തരംഗം അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു രീതിയെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അൻവറിൻ്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിലുമൊക്കെ ധാരാളം സാധാരണ ജനങ്ങൾ, അതിൽ ജാതിയും മതമൊന്നുമില്ല, സാധാരണ ജനങ്ങൾ വന്ന് പൈസയൊക്കെ ചോദിച്ചുകൊണ്ട് ദുഃഖമായി വരികയും വരുന്ന എല്ലാവർക്കും അദ്ദേഹം ജാതി മത വർഗ്ഗ വർണ്ണവും നോക്കാതെ പൈസ കൊടുക്കുകയും ചെയ്യും. ചെറിയ പൈസയാണ് കൊടുക്കുകയും ചെയ്യും. അത് മഞ്ഞളാംകുഴി അരിക്കും അങ്ങനെ ഒരു പ്രത്യേകത ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അത് MLA ആയിരിക്കുമ്പോൾ ഒരു മീറ്റിങ്ങിന് അവിടെ ചെന്ന്, ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് പോകാൻ ചെന്നപ്പോൾ രാവിലെ അദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല. അത്രമാത്രം ആളുകളാണ്, 100-500 ആളുകളാണ് അവിടെ കൂടിക്കിടക്കുന്നത്. എല്ലാവർക്കും ചെറിയ പൈസ അദ്ദേഹത്തിൻ്റെ PA ഒക്കെ വന്ന് കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ, അദ്ദേഹം നല്ല സമ്പത്തുള്ള ആളാണ്, നല്ല സിനിമ പ്രൊഡ്യൂസറും വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ല സമ്പത്തുള്ള ആളാണ്. അതുകൊണ്ട് അഴിമതി നടത്തി കൊടുക്കുന്നതല്ല മഞ്ഞളാംകുഴി അലി, അത് ചെയ്യുന്ന ഒരു വലിയ മനസ്സുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം. കോവിഡ് കാലത്ത് ഒരുപാട് സഹായം ചെയ്തു കൊടുത്തു. പ്രളയത്തിൻ്റെ ഭാഗമായി ധാരാളം പ്രളയം കഴിഞ്ഞപ്പോൾ വീടുകൾ ഒരുപാട് വെച്ച് കൊടുത്തു, പല ആളുകളെയും സഹായിച്ചുകൊണ്ട്. അങ്ങനെ MLA എന്നുള്ള നിലയിൽ അൻവർ ചെയ്തിട്ടുള്ള ചില പാവപ്പെട്ടവരോട് കാണിച്ചിട്ടുള്ള ഒരു കാരുണ്യവും അവിടെ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്ത് വരികയാണെങ്കിൽ ഒരു അട്ടിമറി സാധ്യത അവിടെ കാണുന്നുണ്ട്. അൻവർ വളരെ കോൺഫിഡൻസിലാണ്. എന്താണ് ഈ കോൺഫിഡൻസിൻ്റെ കാര്യം? തൻ്റെ കയ്യിൽ ₹1 പോലും ഇല്ല എന്ന് പറഞ്ഞ് 56 കോടിയുടെ കണക്ക് കൊടുത്തു, അത് വേറെ കാര്യം. ചിലപ്പോൾ ബിസിനസ്സൊക്കെ ഉള്ള ആളല്ലേ, അതിൻ്റെ കണക്ക് വേറെയാണ്. എന്തായാലും തൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഓരോ രൂപ വെച്ച് എല്ലാ ജനങ്ങളും തനിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ആളുകൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ വലിയ ഷോകളും നാടകങ്ങളൊക്കെ അവിടെ നടന്നു. പക്ഷേ അവസാനം അൻവർ ഇപ്പോൾ ഒരു വല്ലാത്തൊരു സംവിധാനത്തിലാണ്. ഇന്നലെ പല ചാനലുകളും വിളിക്കുമ്പോൾ അൻവർ ഒളിവിലാണ്, അജ്ഞാത കേന്ദ്രത്തിലായിരുന്നു. എവിടെയാണ് ഫോണും ഓഫ് ചെയ്ത് വെച്ചിട്ട് അദ്ദേഹം വോട്ടുകൾ പിടിക്കാൻ പോയത്? ആരുമായിട്ടാണ് അന്തർധാര ഉണ്ടാക്കിയിട്ടുള്ളത്? എന്ത് രഹസ്യ ധാരണകളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്? ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് 19 വരെ കാത്തിരുന്നാൽ പോരാ. 23 രാവിലെ 10 മണിക്ക് എല്ലാവരും ചാനലുകളും മൊബൈലുകളും യൂട്യൂബും എല്ലാം ഓൺ ചെയ്ത് വെച്ചോളൂ. അട്ടിമറി ആരാണ് നടത്തിയത് നമുക്ക് വളരെ കൃത്യമായി അറിയാൻ വരും. അതുവരെ കാത്തിരിക്കുക.